സ്റ്റെയിൻലെസ് സ്റ്റീൽ നിങ്ങൾ കേട്ടൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ആണെങ്കിലും സ്റ്റെയിൻലെസ് സ്റ്റീൽ, അത് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റീല് ഇല്ലേ, അത് സ്റ്റീലിൻ്റെ ഗുണങ്ങളാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? അയണും ഉണ്ട് കാർബണും ഉണ്ട് ഇല്ല. എല്ലാത്തിലും സ്റ്റീൽ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കും അതിൽ അയണും ഉണ്ട് കാർബണും ഉണ്ട്. പിന്നെ മറ്റ് മെറ്റൽസും ഉണ്ട്. എന്തൊക്കെയാണ് ഇവിടെ? ക്രോമിയം, CR എന്ന് വെച്ചാൽ ക്രോമിയമാണ്. നിക്കൽ, ക്രോമിയവും നിക്കലും എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നതാണ്. ക്രോമിയവും നിക്കലും കൂടെ ചേർന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. അവിടെ എന്താണ്? അയണുണ്ട് കാർബൺ ഉണ്ട്, കൂടാതെ എന്താണ്? ക്രോമിയവും നിക്കലും. മനസ്സിലായി? അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? റെസിസ്റ്റ് കൊറോഷനെ, അതായത് ലോഹനാശനം എന്ന് പറയും ഇല്ലേ. തുരുമ്പൊന്നും പിടിക്കുകയല്ല. സ്റ്റെയിൻലെസ് സ്റ്റീൽ എങ്ങനെയാണ്? തുരുമ്പ് പിടിക്കുകയല്ല. അങ്ങനത്തെ കുക്കിംഗ് യൂട്ടിനൽസ് ഒക്കെ അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം കൊറോഷനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? മാനുഫാക്ചർ ഓഫ് ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ആൻഡ് ബ്ലേഡുകളൊക്കെ ഉണ്ട്. ബ്ലേഡുകളും അതുപോലെ വീട്ടുപകരണങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? പിന്നെ അടുത്താണ് മാംഗനീസ് സ്റ്റീൽ. മാംഗനീസ് സ്റ്റീലിൽ എന്താണ്? അയണും ഉണ്ട് കാർബണും ഉണ്ട്. പിന്നെ എന്താണ് അതിലുള്ളത്? മാംഗനീസ് ആണ്. അല്ല, അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈ ഹാർഡ്നെസ് ആണ് കേട്ടോ. മാംഗനീസ് സ്റ്റീലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഹൈ ഹാർഡ്നെസ് ആണ്. അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ഡ്രിൽസ്, സേഫ്സ് കേട്ടോ. സേഫുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സേഫായിട്ട് വെക്കുന്ന സേഫ്, അങ്ങനത്തെ ഉണ്ടല്ലോ സേഫുകൾ, ഡ്രിൽസ്, അതുപോലെ തന്നെ പ്ലേറ്റ്സ് ആൻഡ് റെയിൽവേ ട്രാക്സ്, പ്ലേറ്റുകൾ റെയിൽവേ ട്രാക്കുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്, നിർമ്മിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഉപയോഗിക്കുന്ന മാംഗനീസ് സ്റ്റീൽ. അതിലുള്ള ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? അയണ്, കാർബൺ, പിന്നെ മാംഗനീസ്. പിന്നെ സിലിക്കൺ സ്റ്റീൽ അയണും ഉണ്ട് കാർബണും ഉണ്ട്. പിന്നെ എന്താണ്? സിലിക്കണും ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇത് അറിയപ്പെടുന്ന സിലിക്കൺ സ്റ്റീലിനെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതൊക്കെ ചോദിക്കാം കേട്ടോ. ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന് അറിയപ്പെടുന്ന ഏതാണ്? സിലിക്കൺ സ്റ്റീൽ. ഓക്കെ ആണല്ലോ. സിലിക്കൺ സ്റ്റീലാണ് ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന് അറിയപ്പെടുന്നത്. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ആസിഡ് റെഡ്യൂസസ് ഇലക്ട്രിക് ലോസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ കോർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് മോട്ടോഴ്സ്, ജനറേറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ് എക്സെട്ര. അപ്പോൾ എന്തിനാണ്? അത് ഇലക്ട്രിക് ലോസ്, അതായത് എനർജി ലോസ് ഉണ്ടല്ലോ, വൈദ്യുതി നഷ്ടം അവിടെ കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് മോട്ടോഴ്സിലും ജനറേറ്റേഴ്സിലും ഒക്കെ ഉണ്ടല്ലോ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസുകളൊക്കെ ഉണ്ടല്ലോ, മോട്ടോഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, ജനറേറ്റേഴ്സിലൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സിലിക്കൺ സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്? വൈദ്യുതി ലോസ് അല്ലെങ്കിൽ വൈദ്യുതി നഷ്ടം അവിടെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അലോയി സ്റ്റീൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത്.